ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ എന്തുകൊണ്ട് രാജസ്ഥാനോ ഇല്ലെങ്കിൽ മധ്യപ്രദേശോ ഛത്തീസ്ഗഡോ അവിടെ നമ്മൾ കേൾക്കാത്ത എന്താണ്? കാരണം അവിടെ അത്രയും പൈസ ഇല്ല, അവരുടെ ആളുകൾ പൈസ കൊടുക്കാനില്ല. അപ്പോൾ ഈ ഡ്രഗ് പെഡലേഴ്സ് പൈസ ഇല്ലാത്ത സ്ഥലത്തിൽ അവരോട് ഗുളികൾ കൊണ്ടുപോകില്ല. ഇതിനേക്കാളും മോശമായ അവസ്ഥ അമേരിക്കയിലുമുണ്ട്. ഞങ്ങൾ അമേരിക്കയിൽ ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങളെ സർവീസിലുണ്ടായ സമയത്ത് ഞങ്ങൾ പോയി പഠിച്ചതാണ്. അവിടുത്തെ ഒരു മിനിസ്റ്റർ റാങ്കിൻ്റെ ഓഫീസർ ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ കുറേ ആളെ അവർ അയച്ചല്ലോ. അപ്പോൾ അവർ ഒരു മിനിസ്റ്റർ വന്നിട്ട് ചിരിച്ചു. നിങ്ങൾ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഒരു ഇൻഫ്ലുവൻസും സിനിമാൻ്റെ ഇല്ല ആ അഭിപ്രായം ഞാൻ പണ്ടേ മുതലാണ്. നമ്മൾ വാട്ടർ കൊണ്ട് അവർ ദിവസേന 5 people are dying in Gujarat and 5 to 10 people are dying in Bihar. അവർ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലഹരിയും വാറ്റും അതൊരു ചർച്ചാ വിഷയമേ ഇല്ല. അവിടെ 3000 ആളുകൾ ഒരു വർഷത്തിൽ മരിക്കുന്നു. 2000 മുതൽ 3000 നടക്കുമോ കേരളത്തിൽ? ദ ക്യൂ അഭിമുഖത്തിൽ മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. സ്വാഗതം സാർ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കഴിഞ്ഞൊരു 4-5 വർഷമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിന് വളരെ ഗൗരവം കൂടിയിട്ടുണ്ട്, എണ്ണം കൂടിയിട്ടുണ്ട്. സാർ എക്സൈസ് കമ്മീഷണറായ ഒരാളെന്ന നിലക്ക് ഈ സമീപകാലത്ത് കേസിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടുതലായതുകൊണ്ടാണോ ഈ വ്യാപനം കണക്കാക്കപ്പെടുന്നത്? ഇന്ത്യയിൽ ലഹരിയുടെ വർധന മൊത്തം ഇന്ത്യ രാജ്യത്തിലും ഉണ്ട്. നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, സൗത്ത് ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. നമ്മൾ ആദ്യത്തെ മനസ്സിലാക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഹരി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു പ്രയോറിറ്റിയും ഇല്ല. അതിനുവേണ്ടി ആർക്കും സമയമില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ കേസുകൾ പോലെ ഇതിനെ സംബന്ധിച്ച് കേസുകളിൻ്റെ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ശതമാനം 1-2% ഉള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉത്തർപ്രദേശ് 33-34 കോടി ജനങ്ങൾ താമസിക്കുന്നു. ഏത് വർഷത്തിൻ്റെ കണക്ക് നോക്കിയാൽ പോലും ഗൂഗിളിൽ പോയി കാണാം. 15,000-16,000 കേസുകൾ ആകെ ഉള്ളത്. അതിനകത്ത് ഈ ലഹരി വസ്തു MDMA, കൊക്കീൻ, OPM, ഈ മെഥാംഫെറ്റമൈൻ, കഞ്ചാവ്, ഇതെല്ലാം അതിനകത്ത് അവർ എടുത്തിരിക്കുന്നത് ആകെ 15,000 കേസാണ്. ഒരു തമാശ പോലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 34 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 15,000 കേസ് മാത്രം എടുക്കുക എന്ന് വെച്ചാൽ അതും ചിലപ്പോൾ നിവൃത്തിയില്ലാതെ എടുക്കുകയായിരിക്കും. ചിലപ്പോൾ ഇന്ന് ഒരു 5 കിലോ, ചിലപ്പോൾ 100 കിലോ, 1000 കിലോ, 1 ടൺ ഒക്കെ അങ്ങനെയുള്ള കേസുകൾ മാത്രമായിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. ഇതിൻ്റെ വ്യാപനം എല്ലാ സ്ഥലത്തിലും ഉണ്ടെങ്കിൽ ശരി, അതുപോലെ കേരളത്തിലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ബേജാറും ആവാത്ത കാര്യമില്ല. കേരളത്തിൽ പറഞ്ഞു വെച്ചാൽ 5 ഗ്രാം ഒരു കഞ്ചാവിൻ്റെ ആറിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിലും നമ്മൾ കേസ് എടുക്കുകയാണ്. ഇവിടെ മറിച്ച് വയ്ക്കാനുള്ള പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ടായിരിക്കാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 1,00,000 കേസ് അവർ മാത്രം എടുക്കുക ഒരു വർഷത്തിൽ. പോലീസും എടുക്കുന്നതും അത് വേറെ. അപ്പോൾ കേസിൻ്റെ എണ്ണം മാത്രം നോക്കിയിട്ട് ഇവിടെ വ്യാപനം കൂടുന്നു എന്ന് ആ ഒരു തെറ്റായ നമ്മളെ കണക്ക് പാടില്ല. സാറേ, ഇതോട് ചേർത്ത് വായിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഏത് സാഹചര്യമാണ് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത്? ഇവിടെ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഇതൊരു സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. നമ്മൾ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വന്ന് $1.5 ബില്യൺ പറയാം. അത് $1.5 ബില്യൺ പൈസ നമ്മൾ മാത്രം ഇന്ത്യ രാജ്യത്തിൽ മറന്നതും നമ്മൾ മലയാളികൾ മാത്രമാണ് ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്നത്. ടോട്ടൽ റെമിറ്റൻസ് മൊത്തം ഇന്ത്യക്ക് വേണ്ടി വരുന്നത് അറൗണ്ട് 7 ബില്യൺ ആണ്. അത്രയും പെർസെൻറ്റേജ് കേരളത്തിലേക്കാണ്.
അതിന് ഒരു 20% 25% കേരളത്തിന് മാത്രമാണ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഇവിടെ കുട്ടികൾ ചോദിക്കുമ്പോൾ അമ്മമാർ അച്ഛന്മാർ അവിടെ പൈസ കൊടുക്കാറുണ്ട്. അവർക്കറിയാം ഒരു വെറുതെ ഒരു ആവശ്യമില്ലാതെ പൈസ ചോദിച്ചാൽ തിരിച്ച് ചോദിക്കണ്ടേ, എന്തിനാണ് നിങ്ങൾക്ക് പൈസ ആവശ്യം? അത് ചോദിക്കാനുള്ള ഒരു പക്ഷേ നമുക്ക് സമയം പോലെ ഇല്ലാത്താവുന്നു. നമ്പർ 1. കാരണം ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ എന്തുകൊണ്ട് രാജസ്ഥാനോ ഇല്ലെങ്കിൽ മധ്യപ്രദേശോ ഛത്തീസ്ഗഡോ അവിടെ നമ്മൾ കേൾക്കാത്ത എന്താണ്? കാരണം അവിടെ അത്രയും പൈസ ഇല്ല, അവർ ആളുകൾ പൈസ കൊടുക്കാനില്ല. അപ്പോൾ ഈ ഡ്രഗ് പെഡലേഴ്സ് പൈസ ഇല്ലാത്ത സ്ഥലത്തിൽ അവരുടെ ഗുളികൾ കൊണ്ടുപോകില്ല. അവർ പൈസ ഉള്ള സ്ഥലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. 1. രണ്ടാമത്തത്, ഇവിടെ ഈ ഒത്തിരി പാരൻസ് അവർ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഗൾഫിലായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ 2 ആൾ ഇല്ലെങ്കിലും 1 ആൾ ഗൾഫിലായിരിക്കും. കാരണം പുറത്ത് താമസിക്കുന്ന ആളുകൾ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സംസ്ഥാനത്തിലോ മറ്റേ ആളുകൾ ജോലി ചെയ്യാൻ വേണ്ടി പോവുകയായിരിക്കും. അപ്പോൾ അത്രത്തോളം ഒരു പാരൻറ്റ് ചിലപ്പോൾ 2 ആളും അവിടെ കാണും, ചിലപ്പോൾ ഒരു അമ്മ മാത്രം കാണും. അപ്പോൾ അവർക്ക് ഇത് നോക്കാനുള്ള ഒരു കണ്ണ് അവർക്ക് കുട്ടികളുടെ മേളിൽ വയ്ക്കാൻ 2 അമ്മ അച്ഛന്മാർക്ക് വയ്ക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല. അതും സത്യം തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ വളർത്തുന്ന ഒന്ന് ഹോസ്റ്റൽസിലാണ്, ഇല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് അടുത്താണ്. ഗ്രാൻഡ് പാരൻസ് പറഞ്ഞാൽ എത്ര കുട്ടികൾ എത്ര കേൾക്കും നമുക്ക് അറിയാവുന്നേ ഉള്ളൂ, ആരും കേൾക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ 2 കാരണങ്ങൾ. മൂന്നാമത്തെ, ഇവിടെ ഈ സ്കൂളിലാണ് ഏറ്റവും ഇതിൻ്റെ ശല്യം. ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്നതിന് എനിക്കൊരു സംശയമുണ്ട്. 3 സ്ഥലത്തിലാണ് ലഹരി വസ്തുവിൻ്റെ ഉപയോഗം കൂടുതൽ ഉണ്ടാകുന്നത്. ഒന്ന് നടന്ന ക്ലാസ്, ഒന്ന് ഹോസ്റ്റൽ, ഒന്ന് വീട്ടിൽ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ നടന്ന ക്ലാസ്സിൽ കുട്ടി ചവിക്കുന്നു ഈ ലഹരി വസ്തുവോ ഇല്ലെങ്കിൽ പുകയില സാധനങ്ങൾ. അവരത് ചവിക്കുമ്പോൾ ഇല്ലെങ്കിൽ എന്തോ വിഴുങ്ങുന്നു, ഒരു സാധനം മറ്റേ കുട്ടിയെ തരാൻ ശ്രമിക്കുന്നു. കുട്ടി അത് നമ്മുടെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ഗ്രേഡ് പെട്ടെന്ന് താഴത്തിലേക്കായി പോകുന്നു. അപ്പോൾ ടീച്ചർമാർക്ക് അത് മനസ്സിലാക്കാനേ ഉള്ളൂ, ദെയർ ഈസ് സംതിങ് റോങ്. പക്ഷേ അവർ എത്രത്തോളം അവനെ നിയന്ത്രിക്കാൻ പോകുന്നു അത് നമ്മൾ ഇപ്പോൾ നോക്കാനുള്ള സമയം. കാരണം ടീച്ചർമാരോട് ഞാൻ കുറേ ആളുമായി സംസാരിച്ചു. 4000 സ്കൂളുകളിലൊക്കെ പോയ ആളാണ് ഞാൻ കുട്ടികളോടും സംസാരിക്കുന്നു എല്ലാ ദിവസവും. മിക്കവാറും എല്ലാ ദിവസവും ഒരു ക്ലാസ് ഉണ്ടാവും, സ്കൂളിലോ ഇല്ലെങ്കിൽ കോളേജിൽ, ഇല്ലെങ്കിൽ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോളേജോ. അപ്പോൾ ഞാൻ ഏകദേശം 2-3 ലക്ഷം കുട്ടികളോട് സംസാരിച്ചു. 10, 20,000, 25,000 ടീച്ചേഴ്സുമായി സംസാരിച്ചു. ഒരു 10, 30, 40,000 പാരൻസുമായി സംസാരിച്ചു. അപ്പോൾ ടീച്ചേഴ്സ് പറയുകയാണ്, സർ അവരെ ഒരു നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് അറിയാം അവനെ നിയന്ത്രിക്കാം, അച്ചടക്കം പഠിപ്പിക്കാൻ. അവർ പഠനമല്ലാതെ വേറെ എന്തെങ്കിലും കുസൃത്ത് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ ഞങ്ങളെ അവർ സമ്മതിക്കുന്നില്ല. സാറ് പുറത്ത് ജനിച്ച് പഠനം നടത്തി കേരളത്തിൽ സർവീസ് നടത്തിയ ഒരാളാണ്. ഏകദേശം 30 വർഷത്തിലേറെ കാലം കേരളത്തിലെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഏതുതരം സാഹചര്യമാണ് ഇവർക്കിത് സുലഭമായി ഉപയോഗിക്കാനുള്ളൊരു ഫാക്ടർ ഉണ്ടാവില്ല? കാരണം ഈ പറയുന്ന എക്സൈസ് ഒരു സൈഡിലുണ്ട്, പോലീസ് മറ്റൊരു സൈഡിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി എൻഫോഴ്സ്മെൻറ്റുകൾ പരിശോധന നടത്തുന്നതും കേസെടുക്കുന്നതും കേരളത്തിലാണ്. പക്ഷേ ഇതിനൊക്കെ മറികടന്ന് ഉപയോഗിക്കാനുള്ളൊരു സാധ്യതകൾ വരുന്ന ഏത് ഘട്ടത്തിലാണ്? ഇതിന് പൂർണ്ണമായി തടയിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു സാധനവും ഒരു സ്ഥലത്തൊന്നും തടയാൻ കഴിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനേക്കാൾ മോശമായ അവസ്ഥ അമേരിക്കയിലുണ്ട്. ഞങ്ങൾ അമേരിക്കയിൽ ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ സർവീസിലുണ്ടായ സമയത്ത് ഞങ്ങൾ പോയി പഠിച്ചതാണ്. അവിടുത്തെ ഒരു മിനിസ്റ്റർ റാങ്കിൻ്റെ ഓഫീസർ ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ കുറേ ആളെ അവർ അയച്ചല്ലോ. അപ്പോൾ അവർ ഒരു മിനിസ്റ്റർ വന്നിട്ട് ചിരിച്ചു, നിങ്ങൾ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, ഈ നാട് നശിച്ചു കഴിഞ്ഞു. അവർക്ക് അമേരിക്കൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഉള്ള കാര്യം പറയുന്നു. ഇവിടെ ഇത് ഉപയോഗിക്കാത്ത ഒരു കുട്ടിയും ഒരു സ്ഥലവും ഇല്ല. ദാറ്റ് വാസ് 10 years ബാക്ക്, 2014 കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു താങ്കൾ കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിവൃത്തിയില്ല. ഇപ്പോൾ നിവൃത്തിയില്ലാതെ കൊണ്ട് അന്ന് ദേശീയ വി ആർ പ്ലാനിങ് ടു മേക്ക് ഇറ്റ് ലീഗലൈസ്. അന്ന് അവർ സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ,
ഇപ്പോൾ 2 വർഷം മുമ്പ് അവിടെ മാരിജുവാന, അതായത് കഞ്ചാവിൻ്റെ പേര് മാരിജുവാനയിൽ അവർ ലീഗലായി ചെയ്തിരിക്കുന്നു. ഈ അടുത്ത കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ എൻ്റെ മകനെ കാണാൻ പോയിരുന്നു. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് എല്ലാ സ്ഥലത്തിലും ഇതിൻ്റെ മാരിജുവാന ഷോപ്പ് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് വിൽക്കുന്നുണ്ട്. അവർ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലേഖനം എഴുതി. ഞാൻ വന്നിട്ട് അമേരിക്കയിൽ അവരൊക്കെ 400 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ ആളുകളാണ്. അവരുടെ ഒരു ബൗദ്ധിക വികസനം കൂടുതലാണെന്ന് നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ അവർ ചിലപ്പോൾ ലീഗലായി ചെയ്താലും ഒരു മെഡിക്കൽ യൂസിലുള്ള ആളുകൾക്ക് മാത്രമേ അവർ ഉപയോഗിക്കും കരുതി ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ വേണം. അവർ അതിനൊക്കെ ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതും അവിടെ നടക്കും, ഇവിടെ അത് നടക്കുമോ? കോവിഡ് സമയത്തിലും 50 രൂപയിലോ ഒക്കെ നമ്മുടെ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്തിലും നമ്മൾ ഒരു വ്യാജമായ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന നമ്മുടെ സ്ഥലമല്ലേ ഇവിടെ ഏതൊരാളിനെ എനിക്ക് മെഡിക്കലായിട്ട് ഇതിനെ കഴിക്കാൻ ആവശ്യമുണ്ട്, അതിൻ്റെ പേരിൽ ഇന്ത്യ സർക്കാർ കഞ്ചാവ് ഇവിടെ അമേരിക്ക പോലെ അനുവദിക്കണം പറഞ്ഞിട്ട് എന്താ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റില്ലേ? ദുരുപയോഗം ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതിയതാണ്. ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു, ഇന്ത്യൻ എക്സ്പ്രസിൽ. വൈ ദ ഡ്രഗ്സ് ഓർ ഇല്ലെങ്കിൽ കഞ്ചാവ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ലീഗലൈസ് ഇൻ ഇന്ത്യ. അതിന് കാരണങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത്. അന്ന് ഞാൻ എഴുതിയായിരുന്നു എക്സൈസ് കമ്മീഷണറായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം അവിടെ ഉണ്ട്. ഇവിടുത്തെ സാഹചര്യം പറഞ്ഞു വെച്ചാൽ ഇവിടെ പോലീസിൻ്റെ പണി എടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കേൻ്റെ അവസ്ഥ നമ്മുടെ കണ്ടുള്ള അവർ നിസ്സഹായമായിട്ട് ആ അവസ്ഥ ഇവിടെ ഇല്ല. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ സാറ് അദ്ദേഹമാണ് എന്നെ എക്സൈസ് കമ്മീഷണർ ആക്കിയത്. അപ്പോൾ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, സർ ഇതിനകത്ത് 2 തരത്തിലുള്ള ആളുണ്ട്. ഒന്ന്, പുതിയ ആളുകൾ തുടങ്ങാൻ പോകുന്നു. ചില ആളുകൾ ഇന്ന് അടിമയായി പോയി സർ. അപ്പോൾ ഈ അടിമയായി പോയ ആളുകൾക്ക് നന്നാവാൻ താല്പര്യമുണ്ട്, പക്ഷേ അവർ ഒരു സ്ഥലവും കേരളത്തിലില്ല. ചിലപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ഉണ്ടായിരിക്കും, സർക്കാർ ആശുപത്രികളിൽ ഒരു സ്ഥലം ഡി അഡിക്ഷൻ സെൻറ്റർ. അന്ന് ഞാൻ പറയുമ്പോൾ ആകെ 2 സെൻറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വേണ്ടത്? നമുക്ക് എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ വരട്ടെ സർ. ആളുകൾ പോയി സെൻറ്റർ വന്നാൽ ആളുകൾ പോയി ചികിത്സ എടുക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം 20 കോടി രൂപ എന്ന് അപ്പോൾ തന്നെ സാങ്ഷൻ ചെയ്തു. ഞങ്ങൾ 6 മാസത്തിൽ എല്ലാ 14 ജില്ലകളിൽ 14 ഡി അഡിക്ഷൻ സെൻറ്റർ, വിമുക്തി കേന്ദ്രങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫലമുണ്ടായിട്ടുണ്ട്. 5 ലക്ഷം ആളുകൾ അവിടെ നന്നായി അവിടെ ചികിത്സ പോയിട്ടുണ്ട്. ഫോളോ ആക്ഷൻ നടക്കുന്നുണ്ട്. 5 lakhs ചെറിയ വിഷയമൊന്നുമല്ല. ഇനിയും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിനെ അത് ചെയ്യാനും പറഞ്ഞു, ഗവൺമെൻറ് ചെയ്തു. പോലീസുകാർ കേസ് പിടിക്കുന്നു, എക്സൈസുകാർ കേസ് പിടിക്കുന്നു. അവർക്ക് ചെയ്യാനുള്ള പണി അവർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പോലീസിന് എക്സൈസിന് ഇപ്പോൾ വേണ്ടത് ഇൻഫോർമേഷൻ. ഒരു വീട്ടിൽ 83 lakhs വീടുകൾ കേരളത്തിലുണ്ട്. 83 ലക്ഷം, 83 into 4 അങ്ങനെയാണല്ലോ കണക്കെടുക്കുന്നത്. 3 കോടി അങ്ങനെയല്ലേ വരുള്ളൂ. ബാക്കി ആളുകൾ പുറത്തു പോയി. അപ്പോൾ ഈ വീടുകൾ ഈ 83 ലക്ഷം വീട്ടിൽ അകത്ത് കുട്ടി ഇത് കഴിക്കുന്നു ആ ഇൻഫോർമേഷൻ പാരന്റ് അടുത്തുള്ള സ്റ്റേഷനിലോ പറഞ്ഞില്ലെങ്കിൽ അത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്തിൽ കണ്ടു, അമ്മ ഒരു നിവൃത്തിയില്ലാതെ മകനെ പോലീസിനെ ഏൽപ്പിച്ചിരിക്കും. ആ ആൾ രക്ഷപ്പെടും. പക്ഷെ എത്ര അമ്മമാരാണ് ഇത് പറയുന്നത്? നടക്കുന്നത് അമ്മമാർ മിണ്ടാതെ ഇരിക്കുന്നു. എല്ലാ അമ്മമാർക്കും അറിയാം അവരുടെ മക്കൾ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അയ്യോ, ഞാനത് സ്വന്തം ഭർത്താവിനോട് പറയാത്ത അമ്മമാർ ഇവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് വരികയായിരുന്നു. സാറ് ഞാൻ ഭർത്താവിനോട് പറഞ്ഞില്ല. ഭർത്താവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മകനെ അദ്ദേഹം തല്ലും. പക്ഷേ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നാൽ നാട്ടുകാരെന്ത് പറയും, അയൽവാസികാരെന്ത് പറയും, ബന്ധുക്കളെന്ത് പറയും എന്ന് പേടിച്ചിട്ട് അവർ മിണ്ടാതെ ഇരിക്കും. മിണ്ടാതെ ഇരിക്കാൻ സമയത്തിൽ കുട്ടി ദശ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാവും അമ്മ അറിഞ്ഞു, പ്രശ്നമില്ല. എന്നിട്ടും അമ്മ പറയാനില്ല, ഇനിയും നോക്കാനൊന്നുമില്ല, നമ്മൾ ധൈര്യമായിട്ട് കഴിക്കാം. ആ അവസ്ഥ മാറ്റിയില്ലെങ്കിൽ ലഹരി വസ്തു കുറയ്ക്കാൻ പറ്റുന്നൊന്നുമില്ല. അമ്മമാർ മിണ്ടാതെ ആദ്യമായിട്ട് കണ്ടാൽ തന്നെ പിന്നെ മനസ്സിലാക്കിയിട്ട് എന്തോ കുഴപ്പമുണ്ട്, കൗൺസിലറുടെ അടുത്താണ്, കൗൺസിലറിൽ നിന്നാണ് അതത് സ്വയം കൗൺസിലിംഗ് കൊടുക്കണം. ചില കുട്ടികൾ അതുകൊണ്ട് നന്നാവും. ചിലപ്പോൾ
ചിലപ്പോൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ അവരോ വിളിച്ച് പറയും. അത് കേട്ടിട്ട് നമ്മൾ അവരോട് വഴക്കല്ല ഉണ്ടാക്കേണ്ടത്. ഇത് ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മുടെ മക്കളുടെ നമ്മൾ നന്നാക്കാനും ശ്രമിക്കുക. ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൃത്യമായ അന്വേഷണ സംവിധാനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലും ഇവിടേക്ക് ഏറ്റവും നൂതനമായ മയക്കുമരുന്നുകളും രാസപദാർത്ഥങ്ങളൊക്കെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രത്യേക നെക്സസോ അതല്ലെങ്കിൽ കേരളത്തെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു സാധ്യത ഉണ്ടോ? അത് കുറവാണ് സാധ്യത. ഞാൻ ഇവിടെ 3 തരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട്. അത് ആദ്യത്തെ ഇത് മനസ്സിലാകും. ഒന്നാണ് പുകയില സാധനം. പുകയില സാധനത്തിൻ്റെ ഡ്രഗ് പറയാനുള്ള കാരണം സർക്കാർ അത് നിരോധിച്ചിട്ടുണ്ട്. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ക, ഖനി, ഹാൻസ് അത് ഒരു പുകയില സാധനമാണ്. ദാറ്റ് ഈസ് ഓൾസോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ബാൻഡ് ഓഫ് ആക്ട് കോട്ടപ്പ 2003. Cigarette, Kotpa, COTPA, Cigarette and Other Tobacco Products Act. അതിനകത്തെ ഈ സാധനങ്ങൾ ഈ പാൻ പരാഗ്, പാൻ മസാല, ഈ ഹാൻഡ്സ് ഒക്കെ അത് വിൽക്കാൻ പാടില്ല. പോലീസോ എക്സൈസ് കണ്ടാൽ അത് പിടിച്ച് കൊണ്ടുപോകണം. അതിനൊക്കെ ഫൈനുണ്ട്. കേസ് ഇതിനകത്തില്ല. ഒന്ന്. രണ്ടാമത്തെ തരത്തിലുള്ള ഡ്രഗ്സിന് പറയുന്നത് മാരിജുവാന, കഞ്ചാവ്, കൊക്കീൻ, ഹഷീഷ്, ഇതെല്ലാം ദീസ് ആർ ഓൾ പ്ലാന്റ് ബേസ്ഡ്. ഇത് ഏതോ ഒരു പൂ കൊണ്ട് ഉണ്ടാക്കുന്നു, അതിൽ പ്ലാന്റ് ഇതിൻ്റെ ശാഖ കൊണ്ട് ഉണ്ടാക്കുന്നു, അതിൽ ആ മരം കൊണ്ട് ഉണ്ടാക്കുന്നു, അങ്ങനെയാണ്. OPM അതായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ നിന്നും പാകിസ്ഥാൻ, നമ്മുടെ ഇത് തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, ഇറാൻ, ഈ 6 രാജ്യങ്ങളിൽ നിന്ന് പണ്ടേ മുതൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നെ ആദ്യത്തെ ഇന്ത്യ ഇപ്പോൾ ഡ്രോൺ വഴിയാണല്ലോ വരുന്നത്. പാകിസ്ഥാൻ നിന്ന് ഡ്രോൺ വഴിയാണ് മിക്കവാറും ഇപ്പോൾ ഡ്രഗ്സ് വരുന്നത്. BSFൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ കടൽ മാർഗം. പക്ഷേ നമ്മളത് പിടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മൂന്നാമത്തെ അതിഭയങ്കരമായ ഒരു വേറെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ വാസ് പുകയില, പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ബേസ്ഡ് ഡ്രഗ്സ്, പിന്നെ മൂന്നാമത്തെ ആണ് സിന്തറ്റിക് ഡ്രഗ്സ്. അതായത് ഈ മെഥാംഫെറ്റമൈൻ, MDMA, അതായത് ഇത് ഗുളികളാണ്. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗതികേട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ MDMA വേണ്ടി അങ്ങും പോകണമൊന്നുമില്ല. അതിന് മഷീൻ വന്നിട്ടുണ്ട്. മഷീൻ ഒരു മുറിയിൽ വെച്ചാൽ മതി. അത് ദിവസേന ആയിരക്കണക്കിന് MDMA നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ചെറിയ ഇതിന് കെമിക്കൽ നോളേജ് ഉണ്ടാകുന്നതാണ് വീട്ടിൽ. ആൻഡ് ദേ ആർ 1000 times dangerous than cocaine and heroin. അപ്പോൾ കേരള ഈസ് ഫേസിങ് ദ പ്രോബ്ലം ഫ്രോം സിന്തറ്റിക് ഡ്രഗ്സ്. ഇതിൻ്റെ മാഫിയയിൽ പറയുന്നത് അങ്ങനെ മാഫിയ അവിടെ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കുറേ ആളുകൾ ഇത് 3 രീതിയിലാണ് ഇത് സാധനങ്ങൾ എത്തുക. ആദ്യം ഇന്ത്യയിലെ സാധനങ്ങൾ എത്തണം. ഇന്ത്യയിലും ഇതിൻ്റെ മെയിൻ സെൻറ്റർ ബോംബെയും ഡൽഹിയും. അവിടെ നിന്ന് പിന്നെ ചെറിയ സബ് സ്റ്റേഷനിലേക്ക് വരണം. ബാംഗ്ലൂരാണ് 1, കോയമ്പത്തൂർ 2, മൈസൂർ 3, പിന്നെ താഴെ പിന്നെ ഗോവ. ഇത് ഞാൻ എഴുതിയ ബുക്കിൽ ഇതെല്ലാം ഉണ്ട്. അത് ഹോട്ട് സെൻറ്റർ സ്റ്റേറ്റാണ്. ഇപ്പോൾ അവിടെ നിന്നാണ് പിന്നെ പക്ഷേ അതിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ അതിനെ തടയിടാനുള്ള സംവിധാനം അങ്ങനെ തടയാൻ പറ്റൂല. ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഇപ്പോൾ ഈ ബോർഡേഴ്സൊക്കെ എല്ലാം ഓപ്പൺ ആയ ശേഷം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ രാത്രിയിൽ ഓടുന്ന ബസ്സുകളുണ്ടല്ലോ, ഈ എല്ലാം മൈഗ്രൻസ് കേരളത്തിൽ ദിവസേന 3000 മൈഗ്രൻസ് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൈഗ്രൻസ് വരുന്ന കൂട്ടത്തിൽ അവർ ഉപയോഗിക്കുന്ന ബാഗിലെ ഈ പുകയില സാധനം കൊണ്ടുവന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക? 400 ട്രെയിൻ വണ്ടിയാണ് ദിവസേന കേരളത്തിൽ പോവുക. പക്ഷേ ഈ പോലീസിന്റെ എക്സൈസ്, RPF, ഗവൺമെന്റ് സർവീസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇന്റലിജൻസ് സംവിധാനം കൂടെ സജീവമായ ഒരു ഘട്ടത്തിൽ ഇന്റലിജൻസ് സംവിധാനം കൊണ്ട് അവർക്ക് അതാണ് ഒരു പ്രശ്നം. all forces are working അവരുടെ they are working in silos. അതായത് ഒറ്റയ്ക്ക് എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നു. അത് ഒരുമിച്ച് കൊണ്ട് വന്നിട്ട് കൂട്ടായ്മ പ്രവർത്തനം ചെയ്താൽ ലാഭം നമുക്ക് കൂടുതലുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു. അന്ന് ഞാൻ ഇന്ത്യ രാജ്യത്തിൽ ഡ്രഗ്സ് പിടിക്കുന്ന 8 ഏജൻസീസ് ഉണ്ട്. അവരുടെ 3 മാസത്തിൽ 6 മാസത്തിൽ ഞാൻ മീറ്റിംഗ് നടത്തിക്കുകയായിരുന്നു. അതായത് ഒന്ന് കേരള പോലീസ്, DRI, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കോസ്റ്റ് ഗാർഡ്, പിന്നെ ഇന്ത്യൻ നേവി,
അവരുടെ അങ്ങനെ പിന്നെ ആ സംസ്ഥാനത്തിൻ്റെ പോലീസ് അങ്ങനെ ഒരു 5-6-7 ഏജൻസിയുമായി ഞങ്ങൾ ദിവസേന ഞങ്ങൾ ഒരു 3 മാസത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിന് മിനിറ്റ്സ് ഉണ്ടാക്കി ഇൻഫോർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുകയായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ, കേരള പോലീസ് തമിഴ്നാട് പോലീസുമായി ഞാൻ സംസാരിച്ചിട്ട് ഇല്ലെങ്കിൽ കർണാടക പോലീസുമായി ഈ രണ്ട് അപ്പോൾ അവരുടെ കൺസേൺഡ് ഈ ഡ്രഗ്സിനെ സംബന്ധിച്ച് അവരുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ സംസാരിക്കും. ഈ 2 ഡേറ്റിൽ നമ്മൾ റെയ്ഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സംസ്ഥാനത്തിൽ ചെയ്യണം, ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ചെയ്യും, ഞങ്ങൾ കേരളത്തിൽ ചെയ്യും. 8 വഴിയാണ് കേരളം നിന്ന് തമിഴ്നാടും കർണാടകയിലേക്ക് പോകുന്നത്. റോഡ് വഴി 8 റോഡുകളാണ്. മഞ്ചേശ്വരം, വാളയാർ, തൃശ്ശൂരിലെ ഒരു സ്ഥലമുണ്ട്, പേര് ഞാൻ മറന്നുപോയി. പിന്നെ വയനാട്, മുത്തങ്ങ, പിന്നെ കൊല്ലം തമിഴ്നാട് നിന്ന്, നമ്മുടെ തെൻപല, പിന്നെ താഴെ അമരവിള, അങ്ങനെ പറഞ്ഞിട്ട് 8 വഴികളും ഞങ്ങൾ അവിടെ ചെക്ക് പോസ്റ്റൊക്കെ വെച്ച് അവിടെ നല്ല എല്ലാം വന്നുള്ള സംശയപ്രദമായ വാഹനങ്ങൾ നമുക്ക് നോക്കാതല്ലേ പറ്റുള്ളൂ. മൊത്തം സാധനത്തിൻ്റെ മുഴുവൻ അരി ഉണ്ടെങ്കിൽ, ഗോതമ്പുണ്ടെങ്കിൽ, പച്ചക്കറികളുണ്ടെങ്കിൽ, ഫിഷ് ഉണ്ടെങ്കിൽ മൊത്തം അത് മാറ്റി നോക്കാൻ പറ്റുമോ? പോസിബിൾ. സാറോട് സംശയം നിലനിൽക്കുന്നത് ഈ 8 ഏജൻസികളും ഇത്രയേറെ സംവിധാനങ്ങളും പ്രിക്കോഷൻസ് എടുത്ത് പരിശോധന നടത്തുന്ന സമയത്തും ഇത്ര സുഖസൗകര്യത്തോടെ ഇത് കടത്തി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ 3 വർഷത്തിൽ ഞങ്ങൾ ഓരോ ദിവസത്തിൽ 1 കോടി രൂപയുടെ അതെ കേസുകൾ സാധനം അല്ല 1 കോടി രൂപയുടെ ഡ്രഗ് നമ്മൾ പിടിച്ചിട്ടുണ്ട്, പ്രോഡക്റ്റുകൾ പിടിച്ചിട്ടുണ്ട്. അതായത് 1000 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, 3000 കോടി രൂപയുടെ ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഏകദേശം നോക്കിയാൽ ഒരു ദിവസത്തിൽ 1 കോടി വാദം പിടിച്ചിട്ട് എത്രയോ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഇത് പിടിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആശങ്ക പറഞ്ഞു, ഇത് ഇല്ലെങ്കിൽ ഇതും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതേ ഘട്ടത്തിൽ തന്നെ വളരെ ഈസി ആക്സസിൽ ഇത് കടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യുക എന്നുള്ളത്. ഇതിനേക്കാൾ വലിയ അപകടം ഇപ്പോൾ സ്വന്തം ഇതിൻ്റെ ഉപയോഗം കൊണ്ട് അവർക്ക് ഈ ലഹരി വസ്തുവിൻ്റെ 5 സ്റ്റേജ് ഉണ്ട്. 1, അറിഞ്ഞുകൊണ്ട് അറിയാതെ കൊണ്ട് കഴിച്ചു പോയി, സ്റ്റേജ് നമ്പർ 1. സ്വാദം ഇഷ്ടപ്പെട്ടു, സ്റ്റേജ് നമ്പർ 2. 3, എല്ലാ ദിവസം വേണം. 4, കിട്ടിയില്ലെങ്കിൽ വെപ്രാളം, നമ്മൾ വിഡ്രോവൽ സിംറ്റം. 5, അടിമയായി പോയി, ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു ദിവസം ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഡിപ്രഷൻ കൊണ്ട്, ഇല്ലെങ്കിൽ മരിച്ചിരിക്കും. ദീസ് ആർ ദ 5 സ്റ്റേജസ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സ്വന്തം ഈ കഴിഞ്ഞ 11 മാസത്തിൽ 10 സംഭവങ്ങളിൽ ആൺകുട്ടികൾ, 9 സംഭവങ്ങളിൽ ആൺകുട്ടികൾ, ഒരു സംഭവത്തിൽ പെൺകുട്ടി സ്വന്തം അമ്മയെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മോശമായ അവസ്ഥ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതും കുറയ്ക്കണം. ഇതും ഇവിടുന്ന് താഴത്തിലേക്ക് കൊണ്ടുവരാതെ മാത്രമേ പറ്റുള്ളൂ. 100% ഒരു രാമരാജ്യം പോലെ സ്ഥലം അങ്ങനെ ഉണ്ടാവില്ല, ലോകത്തിൽ ഒരു സ്ഥലത്തിലും ഇല്ല. ഇതിൻ്റെ ഒരു അന്വേഷണത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാറിന്റെ 5 വിധം ലഹരികളെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ സമീപകാലത്തെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രൈവുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എത്രത്തോളമാണ്? കാരണം ഏത് വരെ എത്തിയിട്ടുണ്ട്, ഏത് തരം ലഹരികളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത്? 8 വയസ്സ് മുതൽ 15 വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എങ്കിലും ഒരു കുട്ടി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സംശയമൊന്നും വേണ്ട. ഇപ്പോൾ വേറെ ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഈ പെൺകുട്ടികളുടെ കാര്യം. പെൺകുട്ടികളെ ഇപ്പോൾ ആളുകൾ ഈ ലഹരി ഡ്രഗ് പെഡലേഴ്സ് ഉപയോഗിക്കുന്നത് കാരിയറായിട്ടാണ്. ഇതും ഞാൻ പെൺകുട്ടികളും ഞാൻ പോയി പറയാറുണ്ട്, നെവർ അലൗ യുവർ സെൽഫ്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നടക്കുന്നത്, ഒരു പെൺകുട്ടിയെ അവർ പറയും, കുട്ടി ഈ 2000 രൂപ പിടിച്ചോ, 3000 രൂപ പിടിച്ചോ, അത് നിങ്ങളുടെ കയ്യിൽ വെച്ചോ, ഇത് നിനക്ക് വേണ്ടിയാണ്. സാധനം ഒന്നും ആ പാക്കറ്റ് ഒന്നും അവിടെ പോയി തരാം, കൊണ്ടുകൊടുത്താൽ മതി. അതിനകത്ത് എത്ര കുട്ടികൾ നമ്മൾ വഴിയിൽ പിടിക്കപ്പെട്ടു? 400 ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഹയർ സെക്കൻഡറിയിൽ SSLC പഠിക്കുന്ന കുട്ടികൾ ജയിലിൽ കിടക്കുക. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലെ കുട്ടികളുടെ ജയിലുണ്ട്, അവിടെ കിടക്കുക. അവരെല്ലാം മിക്കവാറും ആളുകൾ അവർ കാരിയേഴ്സാണ്. ഇതായിരുന്നു. സ്കൂളിൽ പോയി പെൺകുട്ടികളോട് പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ, പറയാൻ ഇവിടെ ആരുമില്ല. ഒരു എക്സൈസുകാരൻ വല്ലപ്പോഴും പോയി ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ മതിയാവുമോ? നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ 20,000 സ്കൂളുണ്ട്, അത് ആരും അറിഞ്ഞോ? 7,000 കോളേജുകളുണ്ട്.
എക്സൈസിലുള്ള ഒരു ഓഫീസർ ഏത് ഒരു ദിവസം പോയി ക്ലാസ് എടുത്താൽ ആ ക്ലാസ്സിൽ 100 കുട്ടികൾ ചിലപ്പോൾ അവർ തരും. 100 ഒരു സ്കൂളിൽ 2000-ന് താഴെ സ്കൂൾ കുട്ടികളില്ല. അപ്പോൾ ഒരു സ്കൂൾ തന്നെ കവർ ചെയ്യാൻ വേണമെങ്കിൽ ആ ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഒരു വർഷത്തിൽ 10 പ്രാവശ്യം പോയാൽ ഒരു സ്കൂൾ വരെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പോലീസ് നിന്ന് ഇവിടെ ആരും പോകുന്നുണ്ടോ? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് ഈ കുട്ടികളോട് സംസാരിക്കാൻ ആരും പോകുന്നുണ്ടോ? ഈ പാർട്ടി ഡ്രഗുകൾ എന്ന പേരിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന MDMA, LSD പോലുള്ള കുറച്ചും കൂടി മാരകമായ മയക്കുമരുന്നുകൾ വ്യാപിപ്പിച്ചതിന് ശേഷം ഇത് കണ്ടെത്താൻ ഒരു പ്രായോഗികമായി കുറച്ചുകൂടി പരിമിതിയുണ്ടോ മറ്റ് ലഹരി വസ്തുക്കളെ അപേക്ഷിച്ച്? അവർക്ക് ഇതുപോലെ പ്രശ്നം പറയുന്നത് ഈ നമ്മൾ മദ്യം ആരോ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഊതാന്നൊക്കെ പറയും, അതിന് ഒരു റെക്കോർഡിംഗ് ഒക്കെ പറയും. ഇതിൻ്റെ ഒരു ടെസ്റ്റിൻ്റെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഒരു ബ്ലഡ് ടെസ്റ്റോ ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ യൂറിൻ ടെസ്റ്റ് കൊണ്ട് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. ഇപ്പോൾ കുറേ കിറ്റ് വന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ എല്ലാ സ്കൂളുകളിൽ ഇതിന് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലാണ്, ഓൺലൈനിലാണ് ഇഷ്ടംപോലെ കിറ്റ് കിടപ്പുണ്ട്. അത് എങ്കിലും ഒരു ചെറിയ പേടി കൊണ്ടുവരാൻ വേണ്ടി സ്കൂളുകാരും ഈ ഹോസ്റ്റലുകാരും വീട്ടിലും അമ്മമാരൊക്കെ അത് ഉപയോഗിക്കാൻ അവർ തുടങ്ങണം. ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു നൂതനമായ രീതികൾ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെല്ലാം വഴിയാണ് ഇവർ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളത്? നൂതനമായ രീതികൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഡ്രഗ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാൾ വരെ നൂതനമായ പണ്ടൊക്കെ ഇതൊക്കെ ഒരു കഞ്ചാവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഹഷീഷ് ഓയിലൊക്കെ ഉണ്ടാക്കാൻ അത്രയും അല്പമൊന്നുമില്ല. അത് മൊത്തം വേണ്ടി അതിനൊരു ഉണ്ടാക്കാനുള്ള പ്രത്യേകം വഴിയുണ്ട്. പണ്ട് ഇത് കേരള ഇടുക്കിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇടുക്കിയിൽ ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. കാരണം ലേബർ കോസ്റ്റ് കൂടി. അപ്പോൾ ഹഷീഷ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ മലയാളികൾ ഇപ്പോൾ വിശാഖപട്ടണവും ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് മാറി അവിടെ താമസിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഏറ്റവും കുപ്രസിദ്ധനായ ആളിനെ അവിടെ നിന്നാണ് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത് ഇവിടെ. അപ്പോൾ നൂതനായ വഴികൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കഞ്ചാവൊക്കെ എല്ലാം അതിനേക്കാൾ കൂടുതൽ ശക്തി ഇത് കിക്ക് കൊടുക്കാനുള്ള വില സാധനം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കഞ്ചാവെന്ന് പുറകിൽ നടക്കുന്നത്? ഇതിൻ്റെ ഒരു സ്വാധീനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് ഓൺലൈൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഓൺലൈനിന് കുട്ടികൾ വാങ്ങുന്നു. പുതിയ മോഡസ് ഓപ്പറേറ്റിൻ്റെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ പാരാസിറ്റമോളിൻ്റെ പേര് എഴുതി ആ ആളിനെ പറയും, നിങ്ങൾ എൻ്റെ ഈ ലഹരി വസ്തുക്കളുടെ പാരാസിറ്റമോളിൻ്റെ ആ പാക്കറ്റില്ല, നിങ്ങളത് വെച്ചിട്ട് അയച്ചാൽ മതി. അമ്മ ചോദിച്ചപ്പോൾ തലവേദന ഉണ്ടായിരുന്നു അമ്മ, എനിക്ക് ഞാൻ പാരാസിറ്റമോളാണ്. അതാ കണ്ട അമ്മ പാരാസിറ്റമോളാണ്. അപ്പോൾ അമ്മ ഒന്നും അറിയില്ല, നോക്കുമൊന്നുമില്ലല്ലോ. അകത്ത് കിടക്കുന്ന നല്ല 1-ാം തരം ലഹരിയാണ്. ഇത്രയും കേസുകളുണ്ട് ഇവിടെ. ഈ ഓൺലൈൻകാരോ കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. പാക്കറ്റിൻ്റെ അകത്ത് എന്താണെന്ന് ഓൺലൈൻകാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബട്ട് മോസ്റ്റ് ഓഫ് ദ ഡ്രഗ്സ് നൗ ചിൽഡ്രൻ ആർ ഓർഡറിങ് ഓൺലൈൻ. പാരൻസ് ഹാവ് ടു ബി വെരി കെയർഫുൾ. അവർ എന്താണ് ഈ കുട്ടി വാങ്ങുന്നത്, എന്തിനാണ്? ഒരു മെഡിസിനും ആണെങ്കിലും അതോ അമ്മനോട് പറഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്ത് പോകാനല്ലേ വേണ്ടത്. ഇയാൾ തന്നാൽ ഗുളി വാങ്ങി ഇയാൾ തന്നാൽ ചികിത്സ നടത്താൻ പറഞ്ഞാൽ നുണയല്ലേ? അത് പാരൻസ് മനസ്സിലാക്കണ്ടേ? ദേ ഹാവ് ടു ബി കെയർഫുൾ വാട്ട് ദി ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ഓൺലൈൻ. ദേ ഹാവ് ടു സീ ഇറ്റ്. ഈ ഡ്രഗ്സിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് വയലൻസ് കൂടെ. സമീപ മാസങ്ങളിൽ ഇറങ്ങിയ മലയാള സിനിമകൾ എത്രത്തോളം കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്? ഒരു ഇൻഫ്ലുവൻസും സിനിമൻ്റെ ഇല്ല. ആ അഭിപ്രായം ഞാൻ പണ്ടേ മുതലാണ്. പ്രത്യേകിച്ച് സാറ് എല്ലാ സിനിമകളും കാണുന്ന അതിന്റെ ക്രിട്ടിക്സ് കൂടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല സിനിമയിൽ. ഇത് അല്ലാത്ത വേറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. മൊത്തം സിനിമയിലെ എവിടെയെങ്കിലും ഒരു 1-2 സീനിലെ ഇത് കാണിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. പക്ഷെ ആ സിനിമയിലെ ഹീറോ സമൂഹത്തിനെ രക്ഷപ്പെടുത്തുന്നു, ഭാര്യയെ രക്ഷപ്പെടുത്തുന്നു, മോശമായ ആളുകളുടെ എവരായിട്ട് ഇയാൾ പോരാട്ടം നടത്തുന്നു. ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കാത്ത എന്താ? ഹീറോ ഒരു ആദർശ പുരുഷനല്ലേ? ഇല്ലേ? ആ ആദർശത്തെ അവർ പഠിക്കാത്ത എന്താണ്? എന്താ മാത്രം ഒരു സീനിനെ കാണിച്ച് നമ്മുടെ മയക്കുമരുന്ന് ഏതോ ഒരു സീനിൽ കാണിച്ച് അത് മാത്രമേ പഠിക്കാതെ ഇയാൾ പോകുള്ളൂ സിനിമ? അവർ പഠിക്കുകയാണെങ്കിൽ രണ്ടും പഠിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ ഒരു ബോറടിക്കുന്നു, അതിന് നമ്മൾ സിനിമ പോയി കണ്ട് കളയാമെന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ സിനിമയുടെ വലിയ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ആരെ മോശമാക്കിയിട്ടും ഇല്ല, സിനിമ ആരെ നന്നാക്കിയിട്ടും ഇല്ല. ഇത് ജസ്റ്റ് എ മീഡിയം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ടി വിനെ എന്ന് പറയും.
എല്ലാ ന്യൂസ് ചാനലും നോക്കിയാൽ അവരെല്ലാം കാണിച്ചിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ടി വി ബാൻ ചെയ്യണോ? റേഡിയോയിൽ എന്ത് പറയും? ന്യൂസ് പേപ്പറിൽ എന്ത് പറയും? ഇതെല്ലാം സംപ്രേഷണം ചെയ്യാനുള്ള മീഡിയം മാത്രമാണ്. അത്രേ ഉള്ളൂ അവരുടെ കഴിവ്. നമ്മൾ സമീപകാലത്ത് ചർച്ചകളുടെ ഇടയിൽ വന്നൊരു കമന്റ് ആയിരുന്നു ഈ മദ്യനിരോധനം, അതല്ലെങ്കിൽ ബാറുകളുടെ നിയന്ത്രണം വരുത്തില്ല എണ്ണത്തിന്റെ കാര്യത്തിൽ. അപ്പൊ ഈ മദ്യവുമായി ബന്ധപ്പെട്ട റിസ്ട്രിക്ഷൻ വന്നത് ആളുകൾക്ക് കുറച്ചും കൂടി ഒരു തരം എന്റർടൈൻമെന്റ് സ്വഭാവത്തിലേക്ക് എത്താൻ വേണ്ടി രാസലഹരിയിലേക്ക് ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒരു നിയന്ത്രിത രൂപത്തിൽ മദ്യത്തിന് അനുമതി കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ളത്? ഇതിന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് വൈകുന്നേരം എന്തെങ്കിലും അവർക്ക് ഇത് ഒരു കിട്ടണം. അത് ഒരാളുടെ ഇങ്ങനെ ഒരു ധാരണ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഒരു സംസ്ഥാന സർക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ. ഇല്ല, മദ്യം ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് മദ്യം നിരോധന ബീഹാർ, ഗുജറാത്തിലും നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ദിവസം അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം. പല ഓർഡർ കൊണ്ട് ഇത് കിട്ടാത്ത ഒന്നുമില്ല. എല്ലാ ഹോട്ടലുകളിലും ഇതുണ്ട്. പിന്നെ നാട്ടുകാർക്ക് കിട്ടാത്തത് കൊണ്ട് അവർ തന്നെത്താൻ ഉണ്ടാക്കുന്നു. ഓൺ ആൻ ആവറേജ് 5 people ആർ ഡൈയിങ്. അവർ ഉണ്ടാക്കിയ ആ ഹൂച്ച് എന്ന് പറയുക, വാറ്റ് നമ്മൾ വാട്ടർ കൊണ്ട് അവർ ദിവസേന 5 people ആർ ഡൈയിങ് ഇൻ ഗുജറാത്ത് ആൻഡ് 5 to 10 people ആർ ഡൈയിങ് ഇൻ ബീഹാർ. അവർ ഇതിന് നേരത്തെ പറഞ്ഞില്ലേ, ലഹരിയും ഈ വാറ്റും അതൊരു ചർച്ചാ വിഷയമേ ഇല്ല. അവിടെ 3000 ആളുകൾ ഒരു വർഷത്തിൽ മരിക്കുന്നു. 2000 മുതൽ 3000 നടക്കുമോ കേരളത്തിൽ? ഒരാൾ പോലെ ഞാൻ എക്സൈസ് കമ്മീഷണർ ആകുമ്പോൾ ഒരാൾ ഇത് കഴിച്ചിട്ട് ഒരു വാട്ട് കഴിച്ചിട്ട് ഒക്കെ സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. എത്ര പ്രാവശ്യം എന്നെ ഹോം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി വിളിച്ചു വന്നാൽ ഇയാൾ വല്ലോ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു എന്താ കാര്യം, എന്താ? അസംബ്ലി നടക്കുകയാണ്, ഹോം മിനിസ്റ്ററിൻ്റെ ഓഫീസിൻ്റെ ചോദിക്കുകയാണ്, എന്ത് മറുപടി പറയണമെന്ന്. ഒരാളുടെ കാര്യമാണ് പറയുന്നത്. 2000 ആളുകൾ സാക്ഷരമാണ്. ഇവിടെ നടക്കുമൊന്നുമില്ല. സോ വാട്ട് ദ ഗവൺമെൻറ് ക്യാൻ ഡു? ഗവൺമെൻറ് ഇതുപോലെയുള്ള ശല്യം മാറ്റി ഒരു കഴിയുന്നവരെ കുറച്ച് ഷോപ്പുകളിൽ മാത്രമേ ഇതിൻ്റെ വിൽപ്പന പാടുള്ളൂ എന്നല്ലേ ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് വാട്ട് ദ ബെസ്റ്റ്. എക്സൈസ് പോളിസിയിലെ എന്നോട് 10 സംസ്ഥാനത്തിൻ്റെ IAS ഓഫീസർമാർ എന്നെ വിളിച്ചിരുന്നു. ആൻഡ് ദേ ഫൗണ്ട് ദി കേരള എക്സൈസ് പോളിസി ദ ബെസ്റ്റ് വൺ. അത് അവരോട് ചോദിച്ചു, ഞാനല്ല അവരോട് ചോദിച്ചു. സാറ് എക്സൈസ് പോലീസിൻ്റെ ഒരു കരട് ഞങ്ങളെ അയക്കപ്പെട്ടു. 4-5 സ്റ്റേറ്റിൽ ഞാൻ അയച്ചിട്ടുണ്ട്, ബീഹാർ ഉൾപ്പെടെ. ഇതിനെ അപ്പോൾ നമ്മുടെ നാട്ടുകാരത് ആവശ്യത്തിലുള്ള ആളുകൾക്ക് കിട്ടുകയും ചെയ്യുക, അവർ തന്നെത്താൻ ഉണ്ടാക്കി പിന്നെ മരിക്കാതെ ഇരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ചെയ്യുകയാണെങ്കിൽ ഈ വ്യവസ്ഥ അല്ലാതെ വേറെ ഒരു മാർഗ്ഗം. ഈ പറഞ്ഞ അനുഭവം തന്നെ മെൻഷൻ ചെയ്ത അവസാനം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആദ്യം സംസാരിച്ച മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കേസുകളോട് എടുക്കുന്നുണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് തരം ക്വാളിറ്റിയാണ് കേരളത്തിൽ? ഇതൊരു ജാഗ്രത, നമ്മൾ ഇതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു. അത് ജാഗ്രത പറഞ്ഞു വെച്ചാൽ ഞാൻ 37 വർഷം മുമ്പ് കേരളത്തിൽ പോകുന്നു. അന്നേ ഞങ്ങളോട് പോലീസ് ട്രെയിനിങ് കോളേജിൽ പറഞ്ഞു, ഉള്ളുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ മറച്ചു വെക്കാനുള്ള പരിപാടി ഇവിടെ ഇല്ല.